ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലോട്ട് സ്വാഗതം. ചെമ്പനീർ പൂവ് സീരിയലിനെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ പ്രൊമോ റിവ്യൂ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണണേ. അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ ബാമാൻ്റിയുടെ വീട്ടിൽ വരുന്ന സമയത്ത് ബാമാൻ്റിയാണെങ്കിൽ രേവതിയോട് പറയുകയാണ്, നിൻ്റെ നിരപരാധിത്വം ചന്ദ്രയെയും മറ്റുള്ളവരെയും അറിയിക്കാൻ വേണ്ടിയാ ശ്രുതി എൻ്റെ കയ്യിൽ കാശ് തന്നതെന്ന് രേവതിയോടാണെങ്കിൽ പറയുമ്പോൾ രേവതിയാണെങ്കിൽ ചോദിക്കുകയാണ്, ആൻറ്റി ഈ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അത് കേട്ട ബാമാൻ്റിയാണെങ്കിൽ രേവതിയോട് പറയുകയാണ്, സത്യമാണ് രേവതി ഞാൻ ഈ പറയണത്, അവൾ നിന്നോട് ഈ കാര്യം പറഞ്ഞൊന്നുമില്ലേ, ആരും അറിയണ്ടെന്ന് അവൾ കരുതി കാണുമെന്ന് പറയാൻ കേട്ടോ ബാമാൻ്റി രേവതിയോട്. പിന്നീടാണെങ്കിൽ നമ്മുടെ രേവതിയാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് സച്ചിയെടുത്ത് ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് സച്ചിയാണെങ്കിൽ രേവതിയോട് ചോദിക്കാൻ, നീ എന്താ രേവതി ഈ പറയണത്, പാർലേട്ടത്തി താലിമാല വിറ്റ് 2 ലക്ഷം രൂപ ബാമാൻ്റിയുടെ കയ്യിൽ കൊടുത്തുന്നോ? അത് കേട്ട രേവതിയാണെങ്കിൽ സച്ചിയോട് പറയാണ്, അത് മാത്രമല്ല സച്ചിയേട്ടാ, ബാമാൻ്റിയുടെ കയ്യിലേക്ക് 2 ലക്ഷം രൂപ ശ്രുതി കൊടുക്കുമ്പോൾ പേര് ദോഷമുണ്ട്, ആ പേര് ദോഷം മാറ്റി എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കാശ് കൊടുത്തതെന്നാണ് ബാമാൻ്റി പറഞ്ഞു എന്ന് സച്ചിയോടാണെങ്കിൽ പറയുമ്പോൾ സച്ചിയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ് കേട്ടോ, ഇതിൻ്റെ പിന്നിൽ ഇനി പൗഡർ ആൻറ്റി ആണോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും മീരയും കൂടിയിട്ട് പുതിയ തന്ത്രം മെനയാനായിട്ട് ബിലാലിനെ പോയി കാണുകയാണ്. അപ്പോഴാണെങ്കിൽ ബിലാൽ പറയാണ്, ഈ ഓട്ടം ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ആ സച്ചിയുടെയും രേവതിയുടെയും മുന്നിലെങ്ങാനും ഞാൻ പെട്ട അവരെന്നെ പിടികൂടിയ എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് തുറന്നു പറയുമെന്ന് പറയാണ്. അത് കേട്ടതോടുകൂടി നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ മൊത്തം ഒന്ന് പേടിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് പോണേ.